ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസിഷൻ മേക്കിംഗ് തിയറി ഇൻ ഇൻ്റർനാഷണൽ റിലേഷൻസ്. മീനിങ്, ഡിസിഷൻ മേക്കിംഗ് തിയറി എക്സ്പ്ലെയിൻസ് ഹൗ ആൻഡ് വൈ ഫോറിൻ പോളിസി ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ സ്റ്റേറ്റ്സ്. അതായത് ഡിസിഷൻ മേക്കിംഗ് തിയറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് ഫോറിൻ പോളിസി ഡിസിഷൻസ് എടുക്കുന്നത്. അതായത് വിദേശ നയങ്ങളിൽ അല്ലെങ്കിൽ വിദേശ നയങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് തീരുമാനമെടുക്കൽ പ്രക്രിയ നടക്കുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ ലീഡേഴ്സ്, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ഇൻഫോർമേഷൻ ആൻഡ് പെർസെപ്ഷൻ, ദെൻ ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ പ്രഷേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലാണ് ഈ ഫോറിൻ പോളിസി ഡിസിഷൻ മേക്കേഴ്സ് ഫോക്കസ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് വ്യൂവിങ് ദ സ്റ്റേറ്റ് ആസ് എ സിംഗിൾ റേഷണൽ ആക്ട്, അതായത് ഈ സ്റ്റേറ്റിനെ ഒരു സിംഗിൾ റേഷണൽ ആക്ടറായി കണക്കാക്കാതെ ദിസ് അപ്രോച്ച് സ്റ്റഡീസ് ദ ഹ്യൂമൻ ഡിസിഷൻ മേക്കേഴ്സ് ബിഹൈൻഡ് ദ സ്റ്റേറ്റ്. അതായത് ആരാണ് ഈ സ്റ്റേറ്റിനു പിന്നിൽ, അല്ലേ, താല്പര്യങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ, സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കുന്നത് ആരാണ്, എങ്ങനെയാണ്, അതെന്തിനു വേണ്ടിയാണ് എന്ന് ചർച്ച ചെയ്യുന്ന തിയറിയാണ് ഡിസിഷൻ മേക്കിംഗ് തിയറി. നെക്സ്റ്റ്, ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ദ തിയറി ഡെവലപ്ഡ് മെയിൻലി ഡ്യൂറിങ് ദി 1950s ആൻഡ് 1960s വിത്ത് ദി ഗ്രോത്ത് ഓഫ് ബിഹേവിയറലിസം ഇൻ പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിൽ ബിഹേവിയറലിസം ഡെവലപ്പ് ചെയ്ത 1950s 60s ആ ഒരു ടൈമിൽ തന്നെയാണ് ഡിസിഷൻ മേക്കിംഗ് തിയറി എമർജ് ചെയ്യുന്നത്. ആരൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് സ്കോളേഴ്സ്? റിച്ചാർഡ് സി സ്നിഡർ, H.W. ബ്രഗ്, ബർട്ടൺ സാപ്പിൻ, ഗ്രഹാം ടി ആലിസൺ, ഹെബർട്ട് എ സൈമൺ. Their work shifted international relations analysis from state behavior to decision makers. മൂന്നാമത്തത്, കോർ ഐഡിയ ഓഫ് ഡിസിഷൻ മേക്കിംഗ് തിയറി. ദ സെൻട്രൽ അസംപ്ഷൻ ഈസ് ഫോറിൻ പോളിസി ഈസ് ദ റിസൾട്ട് ഓഫ് ഡിസിഷൻ മെയ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് വിത്തിൻ ദ ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ്റിനുള്ളിൽ തീരുമാനമെടുക്കുന്ന, അത് വ്യക്തികളാകാം, ഗ്രൂപ്പ്സ് ആവാം, ഇവരുടെ എല്ലാം തീരുമാനങ്ങളുടെ റിസൾട്ടാണ് ഫോറിൻ പോളിസി എന്ന് പറയുന്നത്. ദസ് അണ്ടർസ്റ്റാൻഡിങ് ഡിസിഷൻ മേക്കേഴ്സ് ഈസ് എസെൻഷ്യൽ ടു അണ്ടർസ്റ്റാൻഡിങ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് മനസ്സിലാകണമെങ്കിൽ അവിടെ ആരൊക്കെയാണ് തീരുമാനമെടുക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. ദ തിയറി സ്റ്റഡീസ് ഹൂ മേക്കേഴ്സ് ഡിസിഷൻ, ആരൊക്കെയാണ് അവിടെ തീരുമാനമെടുക്കുന്നത്. വാട്ട് ഇൻഫോർമേഷൻ ദേ ഹാവ്, അവരുടെ കയ്യിൽ എന്തൊക്കെ വിവരങ്ങളാണ് അതിനുള്ളത്. ഹൗ ദേ പെർസീവ് ത്രെഡ്സ്, അല്ലേ, എങ്ങനെയാണ് അവർ ആ ത്രെഡ്സിനെ പെർസീവ് ചെയ്യുന്നത്. ദെൻ ഹൗ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഫ്ലുവൻസ് ദം, എങ്ങനെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഈ സ്റ്റഡി, ഈ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട കീ അസംഷൻസ് ആണ്. സ്റ്റേറ്റ് ഈസ് നോട്ട് എ സിംഗിൾ യൂണിറ്റ്. സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരിക്കലും സിംഗിൾ യൂണിറ്റ് അല്ല. ഫോറിൻ പോളിസി ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ ആരൊക്കെയാണ്? പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇതിലുണ്ടാകും, ബ്യൂറോക്രാറ്റ്സ് ഉണ്ടാവും, ദെൻ അഡ്വൈസേഴ്സ് ഉണ്ടാകും, മിലിറ്ററി ഒഫീഷ്യൽസ് ഉണ്ടാവും. ഇവരെല്ലാവരുടെയും കൂടിയുള്ള ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നത്. രണ്ടാമത്, ഹ്യൂമൻ ഫാക്ടേഴ്സ് മാറ്റർ. ആരൊക്കെയാണ് ലീഡേഴ്സ്? ദെൻ ബിലീഫ്സ്, വിശ്വാസങ്ങൾ, ഐഡിയോളജി, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി, പെർസെപ്ഷൻസ് ഇൻഫ്ലുവൻസ് ഡിസിഷൻസ്. ഇതെല്ലാം ഈ ഹ്യൂമൻ ഫാക്ടേഴ്സ് എല്ലാം ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഫോറിൻ പോളിസിയിലെ ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത്, രണ്ടാമത്തത് ഹ്യൂമൻ ഫാക്ടറാണ്. ദെൻ ലിമിറ്റഡ് ഇൻഫോർമേഷൻ. ഡിസിഷൻ മേക്കേഴ്സ് ഓഫൺ ആക്ട് അണ്ടർ അൺസെർട്ടനിറ്റി, ഇൻകംപ്ലീറ്റ് ഇൻഫോർമേഷൻ, ടൈം പ്രഷർ. അപ്പോൾ അതൊക്കെ ലിമിറ്റഡ് ഇൻഫോർമേഷനിൽ വരുന്നതാണ്. അടുത്തത് ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് ഇൻഫ്ലുവൻസ് ഫോറിൻ പോളിസി. അപ്പോൾ ഡൊമസ്റ്റിക് പൊളിറ്റിക്സും ഈ ഫോറിൻ പോളിസി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ, ദെൻ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒരു പ്രഷർ, ദെൻ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് അഫക്റ്റ് ഡിസിഷൻസ്. ഇതെല്ലാം നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ സമയത്ത് ശ്രദ്ധിക്കും. മെയിൻ എലമെൻറ്റ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഒന്നാമത്തത് ഡിസിഷൻ മേക്കേഴ്സ്, ഇൻഡിവിജ്വൽസ്,
ഓർ ഗ്രൂപ്പ്സ് റെസ്പോൺസിബിൾ ഫോർ ഫോറിൻ പോളിസി അല്ലേ, ഫോറിൻ പോളിസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ്സ്, ഇവരാണ് ഫോറിൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ഡിസിഷൻ മേക്കേഴ്സിൽ വരാറ്. ആരൊക്കെയാണ്? പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, ഫോറിൻ മിനിസ്റ്റർ, ദെൻ മിലിറ്ററി ലീഡർഷിപ്പ് ആൻഡ് അഡ്വൈസറി കൗൺസിൽസ് എക്സെട്ര. Example, decisions during the Cuban Missile Crisis were heavily influenced by the leadership of John F. Kennedy. അപ്പോൾ ക്യൂബൺ മിസൈൽ ക്രൈസിസിൻ്റെ ടൈമിൽ ജോൺ എഫ് കെന്നഡിയിലെ ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തെന്നുള്ളതാണ് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത എലമെൻറ്റ്സ് ഇൻഫോർമേഷനാണ്. ഡിസിഷൻ മേക്കേഴ്സ് റിലൈ ഓൺ ഇൻ്റലിജൻസ് റിപ്പോർട്ട്സ്, ദെൻ ഡിപ്ലോമാറ്റിക് കമ്മ്യൂണിക്കേഷൻസ്, മീഡിയ റിപ്പോർട്ട്സ്. ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചതിന് ശേഷമായിരിക്കും ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. ദെൻ സംടൈംസ് ഇൻഫോർമേഷൻ മേ ബി ഇൻകംപ്ലീറ്റ് ആയിരിക്കാം, പിന്നെ ബയസ്ഡ് ആയിരിക്കാം, മിസ് ഇൻ്റർപ്രറ്റഡ് ആയിരിക്കാം. ഇത് അതിൻ്റെ ലിമിറ്റേഷനിൽ വരുന്നതാണ്. അടുത്തതാണ് പെർസെപ്ഷൻ. ലീഡേഴ്സ് ഇൻ്റർപ്രറ്റ് ഇവൻറ്റ്സ് ബേസ്ഡ് ഓൺ ദെയർ ഓൺ ബിലീവ്സ് ആൻഡ് എക്സ്പീരിയൻസസ് അല്ലേ. ഓരോരുത്തരും ഓരോ സംഭവങ്ങൾ വിലയിരുത്തുന്ന അവരുടെ ബിലീവ്സിൻ്റെ, അവരുടെ എക്സ്പീരിയൻസസിൻ്റെ ഒക്കെ ബേസിലായിരിക്കും. ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. വൺ ലീഡർ മേ സി എ മിലിറ്ററി ബിൽഡപ്പ് ആസ് ഡിഫെൻസീവ് ആയിട്ടായിരിക്കും ഒരാൾ കാണുന്നത്, പക്ഷേ അനദർ മേ ഇൻ്റർപ്രറ്റ് ഇറ്റ് ആസ് അഗ്രസീവ് അല്ലേ. ഒരാളെന്ന് പറയും നമ്മൾ ഡിഫെൻസീവായിട്ടേ കാണുള്ളൂ ഈ മിലിറ്ററി സെറ്റപ്പിനെ, മിലിറ്ററി നമ്മൾ ബിൽഡപ്പ് ചെയ്യുമ്പോൾ. പക്ഷേ അടുത്ത ലീഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിപ്രായത്തിൽ ഇതൊരു അഗ്രസീവായിട്ടായിരിക്കും കാണുന്നത്. അടുത്തത് ആൾട്ടർനേറ്റീവ്സ് ആണ്. ഡിസിഷൻ മേക്കേഴ്സ് കൺസിഡർ സെവറൽ പോളിസി ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെ ചെയ്യാം? നമുക്ക് ഡിപ്ലോമസി, സാങ്ഷൻസ്, മിലിറ്ററി ആക്ഷൻ, അലയൻസസ്, ഇതൊക്കെ നമുക്ക് ഡിസിഷൻ മേക്കിൽ എടുക്കാൻ പറ്റുന്ന ആൾട്ടർനേറ്റീവ്സിൽ വരുന്നതാണ്. ദെൻ ചോയ്സ്. ഫൈനലി ഡിസിഷൻ ഈസ് ടേക്കൺ ബേസ്ഡ് ഓൺ നാഷണൽ ഇൻട്രസ്റ്റ്, പൊളിറ്റിക്കൽ പ്രഷർ, സ്ട്രാറ്റജിക് കാൽക്കുലേഷൻ. ഈ ഒരു ബേസിലായിരിക്കും ഫൈനലി നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. ഇനി അടുത്തത് മോഡൽസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ്. റാഷണൽ ആക്ടർ മോഡൽ അസോസിയേറ്റഡ് വിത്ത് ഗ്രഹാം ടി ആലിസൺ. എന്തൊക്കെയാണ് അസംഷൻ? അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ മോഡൽസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ റാഷണൽ ആക്ടർ മോഡലാണ് അസോസിയേറ്റഡ് വിത്ത് ഗ്രഹാം ടി ആലിസൺ. എന്തൊക്കെയാണ് അസംഷൻസ്? സ്റ്റേറ്റ് ആക്ട് ആസ് എ റാഷണൽ ആക്ടർ അല്ലേ. സ്റ്റേറ്റ് എന്ന് പറയുന്നത് റാഷണൽ ആക്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ലീഡേഴ്സ് ഇവാലുവേറ്റ് ഓൾ ഓൾട്ടർനേറ്റീവ്സ്. എല്ലാ ഓൾട്ടർനേറ്റീവ്സിനെയും ഇവാലുവേറ്റ് ചെയ്യുന്നത് ലീഡേഴ്സാണ്. ദേ ചൂസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ടു മാക്സിമൈസ് നാഷണൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും ഫോറിൻ പോളിസി ആണെങ്കിലും ഒക്കെ നാഷണൽ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ്, ദേശീയ താല്പര്യം മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ മാത്രമേ അവർ തിരഞ്ഞെടുക്കുകയുള്ളൂ. എക്സാമ്പിൾ സ്ട്രാറ്റജിക് ഡിസിഷൻ ഡ്യൂറിങ് ദ ക്യൂബൻ മിസൈൽ ക്രൈസിസ്. രണ്ടാമത്തെ ഓർഗനൈസേഷണൽ പ്രോസസ് മോഡലാണ്. ഓൾസോ എക്സ്പ്ലെയിൻഡ് ബൈ ഗ്രഹാം ടി ആലിസൺ തന്നെയാണ് ഓർഗനൈസേഷൻ പ്രോസസ് മോഡലിൻ്റെ ആൾ. കീ ഐഡിയ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഡിസിഷൻസ് ഫോളോ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സാണ് ഈ ഗവൺമെൻറ് ഫോളോ ചെയ്യുന്നത്. എക്സാമ്പിളാണ് മിലിറ്ററി ഓർഗനൈസേഷൻസ് ഫോളോ പ്രീ എക്സിസ്റ്റിംഗ് പ്ലാൻസ് റാദർ ദാൻ കംപ്ലീറ്റ്ലി ന്യൂ സ്ട്രാറ്റജീസ് അല്ലേ. പുതിയതെടുക്കും മുന്നേ നമ്മൾ പഴയ ഒരു പ്രീ എക്സിസ്റ്റിംഗ് പ്ലാൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഫോളോ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു പുതിയ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാറില്ല. ദെൻ തേർഡ് ബ്യൂറോക്രാറ്റിക് പൊളിറ്റിക്സ് മോഡലാണ്. മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഫോറിൻ പോളിസി ഡിസിഷൻ റിസൾട്ട് ഫ്രം ബിഗ് ബാർഗെയിനിങ് ആൻഡ് കോമ്പറ്റീഷൻ എമോങ് ബ്യൂറോക്രാറ്റിക് ആക്ടേഴ്സ് ആണ്. അതായത് ഫേമസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈക്ക് വെയർ യു സ്റ്റാൻഡ് ഡിപ്പെൻഡ്സ് ഓൺ വെയർ യു സിറ്റ്. അതായത് ഫോറിൻ പോളിസി ഡിസിഷൻസ് റിസൾട്ട് ഫ്രം ബാർഗെയിനിങ് ആൻഡ് കോമ്പറ്റീഷൻ എമോങ് ബ്യൂറോക്രാറ്റിക് ആക്ടേഴ്സ്. അതായത് ഈ ബ്യൂറോക്രാറ്റിക് ആക്ടേഴ്സിൻ്റെ ഇടയിൽ കോമ്പറ്റീഷൻസിലൂടെയും ബാർഗെയിനിങ്ങിൽ നിന്നൊക്കെ ഒരു റിസൾട്ടാണ് ശരിക്കും ഫോറിൻ പോളിസി ഡിസിഷൻസ് എന്ന് പറയുന്നത്. മീനിങ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് അല്ലേ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും പലതരത്തിലുള്ള ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോറിൻ മിനിസ്ട്രി മേ പ്രിഫർ ഡിപ്ലോമസി ആയിരിക്കും, പക്ഷേ മിലിറ്ററി
മേ പ്രിഫർ ഫോഴ്സ്. അപ്പോൾ ഫോറിൻ മിനിസ്ട്രി എന്ന് പറയുന്നത് എപ്പോഴും ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ചർച്ച ചെയ്യുന്നത് കാര്യങ്ങൾ. പക്ഷേ മിലിറ്ററി ആണെങ്കിലും എപ്പോഴും ഒരു ഫോഴ്സിനായിരിക്കും പ്രിഫർ നൽകുന്നത്. അതുകൊണ്ടാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞത്. ദെൻ ബൗണ്ടഡ് റാഷണാലിറ്റി ആണ് കൺസെപ്റ്റ് ഡെവലപ്ഡ് ബൈ ഹെർബർട്ട് എ സൈമൺ. ബൗണ്ടഡ് റാഷണാലിറ്റി, ഹെർബർട്ട് എ സൈമൺ. കീ ഐഡിയ, ഡിസിഷൻ മേക്കേഴ്സ് ആർ നോട്ട് പെർഫെക്റ്റ്ലി റാഷണൽ ബിക്കോസ് ദേ ഫേസ്, അല്ലേ, ഡിസിഷൻ മേക്കേഴ്സ് എല്ലാവരും നമുക്ക് പെർഫെക്റ്റ്ലി റാഷണലാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ദേ ഫേസ് ലിമിറ്റഡ് ഇൻഫോർമേഷൻ, അല്ലേ, ലിമിറ്റഡ് ഇൻഫോർമേഷൻ, ലിമിറ്റഡ് ടൈം, കോഗ്നിറ്റീവ് ലിമിറ്റ്സ്. എപ്പോഴും അവർ ചെയ്യാൻ പോകുന്ന ഡിസിഷൻ, തീരുമാനമെടുക്കേണ്ട കാര്യത്തെപ്പറ്റി മുഴുവൻ ഇൻഫോർമേഷൻ ലഭിച്ചെന്നിരിക്കില്ല. അവർക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ലിമിറ്റഡ് ടൈം ആയിരിക്കും. ദെയർഫോർ ദേ ചൂസ് സാറ്റിസ്ഫൈസിങ് ഡിസിഷൻസ്, ഗുഡ് ഇനഫ് ഡിസിഷൻ റാദർ ദാൻ പെർഫെക്റ്റ് വൺസ്, അല്ലേ. അപ്പോൾ അവർ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് ആ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷനായിരിക്കും അവരെടുക്കുന്നത്. ഓക്കെ, ഇനി പറയാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് തിയറി. ഒന്നാമത്തത് എക്സ്പ്ലെയിൻസ് റിയൽ ബിഹേവിയർ. രണ്ടാമത്തത് ഇൻട്രൊഡ്യൂസസ് സൈക്കോളജി ഇൻ ടു IR. മൂന്നാമത്തത് ഹൈലൈറ്റ്സ് ഡൊമസ്റ്റിക് പൊളിറ്റിക്സ്. നാലാമത്തത് ഹെൽപ്സ് അനലൈസ് ക്രൈസിസ്. അപ്പോൾ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചേർക്കണ്ടേന്ന് വിചാരിച്ചാണ് 4 പോയിൻറ്റ്സ് ആഡ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വായിച്ചു വിടുക. ഇനി അടുത്തത് ക്രിറ്റിസിസം ഓഫ് ഡിസിഷൻ മേക്കിംഗ് തിയറിയാണ്. ഇറ്റ് ഈസ് ടു കോംപ്ലക്സ്. രണ്ടാമത്തത് ലാക്ക് ഓഫ് ജനറൽ തിയറി. മൂന്നാമത്തത് ഓവർ എംഫസിസ് ഓൺ ഇൻഡിവിജ്വൽസ്. നാലാമത്തത് ഡേറ്റ ലിമിറ്റേഷൻ. അപ്പോൾ 4 ക്രിറ്റിസിസവും തന്നിട്ടുണ്ട്. അപ്പോൾ മെയിൻ പോയിൻറ്റ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇമ്പോർട്ടൻസും ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നതാണല്ലോ. പെട്ടെന്ന് ആ പോയിൻറ്റ്സ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് തിയറി ഇത്രയേ ഉള്ളൂ. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.